കുട്ടിക്കൃഷ്ണമാരാര് ഇന്നാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിമർശനം നടത്താൻ കഴിയുമായിരുന്നില്ല. ഇന്നാണെങ്കിൽ അദ്ദേഹത്തിന് നേരെ ചൊവ്വേ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ വിചാരണ ചെയ്യുമായിരുന്നു എന്ന്. അല്ല, ഒരു അഭിപ്രായത്തെ വിചാരണ ചെയ്യുന്നതിലോ വിമർശിക്കുന്നതിലോ അതിനോടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിലൊന്നും ആരും എതിരല്ല, ഇപ്പോഴും എതിരല്ല. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം ഒരു കാലത്തും എതിരല്ല. പ്രതികരണങ്ങൾ നടത്താം, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാം. അതൊക്കെ ജനാധിപത്യമായ രീതിയിൽ ജനാധിപത്യ സംവിധാനങ്ങൾ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രതിഷേധിക്കാം. നമ്മുടെ അഭിപ്രായ വ്യത്യാസം പറയാം, അത് ആർക്കെതിരെയും പറയാം. നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം. അതിനോടൊന്നും ആർക്കും എതിർപ്പില്ല. പക്ഷേ നമ്മൾ ഈ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ നൂപുർ ശർമ്മ എന്ന് പറയുന്ന ഒരാളെ, ഒരു തയ്യൽക്കാരനെ അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി കഴുത്തറുത്ത് കൊന്ന സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കിട്ടിയ വിലയാണത്. ഇവിടെ അനിൽ നമ്പ്യാർ ശ്രീ ജോസഫിൻ്റെ ഉദാഹരണം പറഞ്ഞു. നൂപുർ ശർമ്മയുടെ വിഷയമുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് നൂപുർ ശർമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന്. കനയ്യലാൽ എന്ന് പറയുന്ന ഒരു തയ്യൽക്കാരനെയാണ് കഴുത്തറുത്ത് കൊന്നത്. നൂപുർ ശർമ്മ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയാണ് ചെയ്തത്, അവരുടെ അഭിപ്രായം പറയുകയാണ് ചെയ്തത്. നൂപുർ ശർമ്മ പറഞ്ഞ അഭിപ്രായം ഞാൻ അടിവരയിട്ട് ഹക്സറിനെ ചലഞ്ച് ചെയ്ത് പറയുന്നു. നൂപുർ ശർമ്മ പറഞ്ഞ അഭിപ്രായം അത് ഖുറാനിലുള്ള അഭിപ്രായമാണ്, ഖുറാനിലോ ഹദീസിലുള്ള അഭിപ്രായമാണ്. അങ്ങനെ അല്ലെന്ന് സ്ഥാപിക്കാൻ ഞാൻ ഹക്സറിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ നൂപുർ ശർമ്മ പറഞ്ഞത് ഖുറാനിലുള്ളതോ ആ ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണ്. പക്ഷേ നൂപുർ ശർമ്മയ്ക്ക് നേരിടേണ്ടി വന്ന ആക്രമണം ഏത് രീതിയിലായിരുന്നു? അതിനോടുള്ള ഇടതുപക്ഷത്തിൻ്റെയും ഈ വലതുപക്ഷത്തിൻ്റെയും ഒക്കെ സമീപനം എന്തായിരുന്നു? അപ്പോൾ അതൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തോട് ഹിന്ദുക്കളെ മാത്രം ആക്രമിക്കുമ്പോൾ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അവിടെ കുട്ടിക്കൃഷ്ണമാരാരെ നിങ്ങൾ പഠിക്കണം, രാമാനുജനെ നിങ്ങൾ പഠിക്കണം. എത്ര ഉദാഹരണങ്ങളാണ് ഹക്സറിന്റെ വായിൽ വരുന്നത്. എന്നാൽ ഇതേ നിലപാട് എന്താണ് മറുഭാഗത്ത് വെക്കാത്തത്? ഹക്സറിന് ആ നിലപാട് മറുഭാഗത്ത് വെക്കാൻ സാധ്യമല്ല. അതിന്റെ കാരണം അവിടെ ഈ പറയുന്ന റൂള് ബാധകമല്ല. ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം, ജനാധിപത്യം, പൗരാവകാശം, ഭരണഘടന, മാങ്ങാത്തൊലി, ഇതൊന്നും ഹക്സറെ അവിടെ ബാധകമല്ല. അവിടെ ബാധകമാകുന്നത് അവരുടെ മതവിശ്വാസത്തിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞാൽ അത് ഏത് നിലയ്ക്കാണ് ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ അനുഭവങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം രാമനെ വിമർശിക്കുന്നതൊന്നും ഒരു വിഷയമല്ലെന്ന്. കുട്ടിക്കൃഷ്ണമാരാർക്ക് വിമർശിക്കാം. ഇപ്പോ ഹക്സർ രാമനെ ഒരു ഭാഗത്ത് പോഴ്ത്തുന്നു, മര്യാദാ പുരുഷോത്തമൻ, കാരുണ്യത്തിന്റെ പ്രതീകം. എന്നിട്ട് അതേ ശ്വാസത്തിൽ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന ആളാരാണെന്നറിയാമോ? കുട്ടിക്കൃഷ്ണമാരാരാണ്. അദ്ദേഹം എടുത്ത് പ്രയോഗിക്കുന്നത് കുട്ടിക്കൃഷ്ണമാരാരെയും രാമാനുജനെയുമാണ്. അവരെല്ലാം രാമന്റെ നെഗറ്റീവ് സൈഡാണ് പ്രയോഗിച്ചത്, ഉയർത്തിക്കാണിച്ചത്. രാമന്റെ നെഗറ്റീവ് സൈഡ്, രാമൻ സീതയെ ഉപേക്ഷിച്ചത്, ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ രാമൻ ഒളിയമ്പ ചെയ്ത് ബാലിയെ കൊന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ തന്നെ ഹക്സർ പറഞ്ഞില്ലേ ശംഭുകന്റെ വധം, ആ ശംഭുകന്റെ വധം. അപ്പോൾ അങ്ങനെ ശംഭുകനെ, കീഴാളനായ ശംഭുകനെ കൊന്ന രാമൻ എങ്ങനെയാ മര്യാദ പുരുഷോത്തമനാവുക? ഈ ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നു എന്ന് ആക്ഷേപിക്കുമ്പോൾ അതോടൊപ്പം തന്നെ രാമൻ എങ്ങനെയാണ് മര്യാദ പുരുഷോത്തമനും സദ്ഗുണ സമ്പന്നനുമാവുക? ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ച രാമന് എങ്ങനെയാണ് നമുക്ക് മാതൃകയാക്കാൻ പറ്റുക? അപ്പൊ ഇതിന്റെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. എന്നിട്ട് ഒരു ഭാഗത്ത് രാമൻ മര്യാദ പുരുഷോത്തമനാണ്, നിങ്ങളുടെ രാമൻ ആ രാമനല്ല, ഗാന്ധിയുടെ രാമനല്ല എന്ന് പറയും. ഇത് ആകെ കൂടി കൺഫ്യൂഷനാണ് ഹക്സറിനെ പോലുള്ളവർക്ക്. ഇടതുപക്ഷത്തിന്റെ കൺഫ്യൂഷനാണ് അനിൽ നമ്പ്യാരേത്. ഇടതുപക്ഷത്തിന് എങ്ങനെ ഹിന്ദു സമൂഹത്തെ സമീപിക്കണം, ഹിന്ദുക്കളെ, ഈ വിശ്വാസങ്ങളെ സമീപിക്കണം എന്നുള്ള ടോട്ടൽ അട്ടർ കൺഫ്യൂഷനിലാണ് അവര്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ശംഭുകവധം അടക്കം? അത് രാമനെ നമ്മൾ കാണേണ്ടത് കുട്ടിക്കൃഷ്ണമാരാരുടെ വ്യാഖ്യാനത്തിലൂടെയല്ല ഹക്സറെ. രാമനെ നമ്മൾ കാണേണ്ടത് ഈ രാമാനുജന്റെ രാമായണത്തിലൂടെയല്ല. നിങ്ങൾക്ക് രാമനെ പഠിക്കണമോ, നിങ്ങൾ വാൽമീകി രാമായണത്തിലേക്ക് പോകണം, വാൽമീകി രാമായണം വായിക്കണം. അവിടെ എന്തുകൊണ്ടാണ് ഈ രാമൻ ബാലിയെ ഒളിയമ്പ ചെയ്തത് എന്നതിന്റെ ഉത്തരം കിട്ടും. അവിടെ എന്തുകൊണ്ടാണ് ഗർഭിണിയായ സീതയെ രാജധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇവിടെ രാജധർമ്മം ഇപ്പൊ ഇല്ല, ഇവിടെ രാജധർമ്മം പ്രജകളുടെ താല്പര്യം എന്നുള്ളതില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അടക്കം കള്ളക്കടത്ത് കേന്ദ്രമാവുകയും അല്ലെങ്കിൽ മാസപ്പടി
യഥാസമയം അവിഹിതമായി സമ്പാദിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളുള്ള നാട്ടിൽ രാജാവ് പ്രജകളുടെ താല്പര്യത്തിന് ഒരു ഭർത്തൃധർമ്മത്തെക്കാൾ പ്രജാധർമ്മം, രാജധർമ്മം അതിന് മുൻതൂക്കം നൽകുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ ഉദരം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് സാധ്യമല്ല. ഉദരം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാനും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ രാമനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് അക്സറിനോട് പറയാനുള്ളത്, നിങ്ങൾ വാൽമീകി രാമായണം വായിക്കണം.